നമസ്കാരം. ഇറാനുമായുള്ള യുദ്ധം കടുക്കുന്നതിനിടെ ബ്രിട്ടനെ പരസ്യമായി പരിഹസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും രംഗത്തെത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വൻ നയതന്ത്ര പ്രതിസന്ധിക്ക് വഴിതുറക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള ഇന്ധന നീക്കം സ്തംഭിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സ്വന്തം എണ്ണ സ്വന്തമായി കണ്ടെത്തണമെന്നും അമേരിക്ക ഇനി സഹായത്തിന് പ്രതീക്ഷിക്കരുത് എന്നുമാണ് ട്രംപ് ലണ്ടനോട് കർശനമായി പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ നട്ടലൊടിക്കുന്ന പണി താൻ ചെയ്തു കഴിഞ്ഞെന്നും ഇനി ഹോർമൂസ് കടലിടുക്ക് തുറന്ന് എണ്ണ കൊണ്ടുപോകേണ്ടത് ബ്രിട്ടന്റെ ഉത്തരവാദിത്തമാണെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. ധൈര്യം സംഭരിച്ച് മുന്നോട്ടു പോകൂ, പോയി നിങ്ങളുടെ എണ്ണ സ്വയം എടുക്കൂ എന്ന ട്രംപിന്റെ വാക്കുകൾ ബ്രിട്ടീഷ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പെന്റഗണിൽ മാധ്യമങ്ങളെ കണ്ട പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ബ്രിട്ടീഷ് നാവികസേനയെ ബിഗ് ബാഡ് റോയൽ നേവി എന്ന് വിളിച്ചു പരിഹസിച്ചത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായി. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്നും അമേരിക്കയ്ക്ക് മാത്രമായി ഇതിൽ ഉത്തരവാദിത്തമില്ല എന്നുമാണ് ഹെഗ്സെത്തിന്റെ നിലപാട്. എന്നാൽ ഹെഗ്സെത്തിനെ ഒരു വായാടിയായ വാർത്താവതാരകൻ എന്ന് വിളിച്ചാണ് ബ്രിട്ടീഷ് നേവി മുൻ മേധാവി ലോർഡ് വെസ്റ്റ് തിരിച്ചടിച്ചത്. അനുഭവ പരിചയമില്ലാത്ത ഹെഗ്സെത്തിന്റെ വാക്കുകൾ അവഗണിക്കണമെന്നും അന്താരാഷ്ട്ര സഹകരണമില്ലാതെ കടലിടുക്ക് തുറക്കുക അസാധ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധം മൂലം ഗൾഫ് മേഖലയിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയും ദുബായ് തീരത്ത് കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായ വാർത്ത പുറത്തുവന്നതോടെ ആശങ്ക ഇരട്ടിച്ചു. ബ്രിട്ടനിൽ വിമാന ഇന്ധനത്തിന് കടുത്ത ക്ഷാമം അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. വ്യാഴാഴ്ച സൗദി അറേബ്യയിൽ നിന്നെത്തുന്ന ഒരു കപ്പൽ മാത്രമാണ് നിലവിൽ ബ്രിട്ടന്റെ ഏക പ്രതീക്ഷ. ഇന്ധനവില കുതിച്ചുയർന്നതോടെ ബ്രിട്ടനിൽ ഒരു കുടുംബത്തിന്റെ കാർ ഫുൾ ടാങ്ക് അടിക്കാൻ 100 പൗണ്ടിലധികം ചെലവാകേണ്ടി വരുന്നത് സാധാരണക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വില 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലാണിപ്പോൾ. അമേരിക്കൻ ഭരണകൂടം ബ്രിട്ടനെ നിരന്തരം കടന്നാക്രമിക്കുമ്പോഴും അടുത്ത മാസം ബ്രിട്ടീഷ് രാജാവ് രാജ്ഞിയും അമേരിക്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുമെന്നും ബക്കിംഗ്ഹാം കൊട്ടാരം അറിയിച്ചിട്ടുണ്ട്. ട്രംപിന്റെ മോശം പെരുമാറ്റത്തിനിടെ ഈ സന്ദർശനം നടത്തുന്നത് രാജ്യത്തിന് അപമാനമാണെന്ന് ലിബറൽ ഡെമോക്രാറ്റ് നേതാവ് എഡ് ഡേവി കുറ്റപ്പെടുത്തി. അതേസമയം ഗൾഫിലെ സഖ്യകക്ഷികൾക്ക് പിന്തുണയുമായി ബ്രിട്ടൻ കൂടുതൽ സൈന്യത്തെയും അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളെയും സൗദി അറേബ്യയിലേക്കും ഖത്തറിലേക്കും അയച്ചിട്ടുണ്ട്. ഇറാൻ കടലിടുക്ക് അടച്ചതോടെ ആഗോള ഇന്ധന വിപണി സ്തംഭനാവസ്ഥയിലായതും ഭക്ഷ്യവസ്തുക്കളുടെ വില വർധനവിന് കാരണമാകുമെന്നതും ലോകരാജ്യങ്ങൾ ഒരുപോലെ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ അടിയന്തര കോബ്ര യോഗം വിളിച്ച് സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്കിലെ തർക്കം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ലോകം കണ്ട വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൊന്നായി ഇത് മാറുമെന്നതാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. എന്നാലും അമേരിക്ക യുദ്ധത്തിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അമേരിക്ക കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി സമവായ ചർച്ചകൾക്കായി ഇറാനെ സമീപിക്കുന്നുണ്ട്. എന്നാൽ ഈ വാദങ്ങളൊക്കെ തന്നെ ഇറാൻ തള്ളുന്ന സാഹചര്യവും കരയുദ്ധത്തിന് അമേരിക്കയെ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഇറാൻ വെല്ലുവിളിച്ച വാർത്തയും അടക്കം പുറത്തു വന്നിരുന്നു. എന്തായാലും ബ്രിട്ടൻ സ്വന്തമായി എണ്ണ കണ്ടെത്തണമെന്നും ഇറാനെ തങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് ബ്രിട്ടൻ കയ്യും കെട്ടി നോക്കി നിന്നുവെന്നും അങ്ങനെ ഒരു ബ്രിട്ടന് വേണ്ടി ഇനി അമേരിക്ക ഇടപെടില്ല എന്നുമുള്ള ട്രംപിൻ്റെ വാചകങ്ങൾ എന്തായാലും വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്.